Geometry in Space എന്ന് പറഞ്ഞ വീഡിയോസിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്ററിന്റെ ഫോർത്ത് മൊഡ്യൂളിലെ ബാക്കിയായ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഒരു പാർട്ടിക്കിളിന്റെ മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ അറിയാമെങ്കിൽ അതിൽ നിന്ന് വെലോസിറ്റി, ആക്സിലറേഷൻ, ആ ആക്സിലറേഷന്റെ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കോമ്പണന്റ്സ് ഓഫ് ആക്സിലറേഷൻ ആൻഡ് പ്രൊജക്ടൈൽ മോഷൻ, ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. അപ്പോൾ ആദ്യം സപ്പോസ് ഏതോ ഒരു പാർട്ടിക്കിളിന്റെ 3 ഡയമെൻഷണൽ മോഷൻ ആണത്. അതിന്റെ പൊസിഷൻ ഇസ് ഗിവൺ ബൈ r of t. r of t is equal to f of t into I plus g of t into j plus h of t into k എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് xi plus yj plus zk എന്ന് പറയാം. ഇതിലെ പോയിന്റിനെ xyz ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ dr by dt, the derivative, that is f dash of t into I plus g dash of t into j plus h dash of t into k. ഓരോ കോമ്പണന്റ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഇസ് വെലോസിറ്റി. ആൻഡ് വെലോസിറ്റി അറ്റ് എ പോയിന്റ് ഇസ് ടാൻജൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ഷനിലെ യൂണിറ്റ് ടാൻജന്റ് അതിന് നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് വിളിക്കും. സോ ക്യാപിറ്റൽ ടി ഓഫ് ടി, യൂണിറ്റ് ടാൻജന്റ് ടു ദ കർവ്, and that is v of t divided by അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അല്ലെങ്കിൽ പറയാം dr by dt. dr by dt ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. the velocity divided by magnitude of dr by dt. ഇതാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ആൻഡ് അതേപോലെ ആക്സിലറേഷൻ a of t, that is dv by dt or d square r by dt square. അപ്പോൾ അത് നമുക്ക് ഈ r of t എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇനി ഇതേ പോയിന്റില് the normal direction and unit normal vector n, അത് കാണാൻ t unit tangent vector ആണ്. so t dot t is magnitude of t square vectors in case, and t unit vector is this is 1. so derivative of t dot t is equal to 0. and ഇതെല്ലാം ഇതിന്റെ അകത്തൊക്കെയും സ്മോൾ ടി ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ ടി ഡോട്ട് ഡി ടി ബൈ ഡി ടി പ്ലസ് അഗൈൻ വീണ്ടും അത് തന്നെയാണ് വരുന്നത്. ഡി ടി ബൈ ഡി ടി ഡോട്ട് ടി വരും, ദാറ്റ് ഇസ് 0. സോ ടി ഡോട്ട് ഡി ടി ബൈ ഡി ടി 2 ടൈംസ് വരും, ദാറ്റ് ഇസ് 0. സോ ടി ഡോട്ട് ഡി ടി ബൈ ഡി ടി ഇസ് 0 എന്ന് വരും. That means t is perpendicular to dt by dt. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന പോയിന്റ്. സോ dt by dt is perpendicular to t. That means ഏതിന്റെ ഡയറക്ഷനിലാണ്? ഈ പറഞ്ഞ നോർമൽ ഡയറക്ഷൻ ആണ്. സോ യൂണിറ്റ് നോർമൽ n of t അത് dt by dt യുടെ ഡയറക്ഷനിലായിരിക്കും. ആ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ, ദാറ്റ് ഈസ് dt by dt ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഒരു പോയിന്റില് വെലോസിറ്റി നമുക്ക് കാണാം, ആക്സിലറേഷൻ കാണാം. t is the unit tangent vector, n is unit normal vector. t കാണാം dr by dt divided by magnitude of dr by dt. t കിട്ടിയതിനു ശേഷം n കാണാം dt by dt divided by magnitude of dt by dt. ഇത് രണ്ടും നമുക്ക് വേണം. ഇനി ആക്സിലറേഷൻ നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിന് കോമ്പണന്റ്സ് ആയിട്ട് ഐയുടെയും ജെയുടെയും കെയുടെയും കോമ്പണന്റ്സ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ആക്സിലറേഷന്റെ കോമ്പണന്റ് അലോങ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ അതേപോലെ തന്നെ പറയുന്നു, ആക്സിലറേഷൻ നമുക്ക് വേണമെങ്കിൽ ടിയുടെയും എന്നിന്റെയും ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യാം. വെലോസിറ്റിനെ നമുക്ക് ടിയുടെയും എന്നിന്റെയും ഡയറക്ഷനിൽ സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ വെലോസിറ്റി ഏതിന്റെ ഡയറക്ഷനിൽ തന്നെയാണ്? ടിയുടെ ഡയറക്ഷനിൽ തന്നെയാണ്.
അപ്പോൾ വെലോസിറ്റിനെ നമ്മൾ ടിയുടെ ഡയറക്ഷനിലോട്ട് മാറ്റി ഇൻ ടേംസ് ഓഫ് ടി എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ ടാൻജൻഷ്യൽ എഴുതിയാൽ വെലോസിറ്റി എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടിയുടെ അതേ ഡയറക്ഷനിലാണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഇൻടു യൂണിറ്റ് വെക്ടർ ഇൻ ദാറ്റ് ഡയറക്ഷൻ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി. സോ വേണമെങ്കിൽ ഈ രീതിയിലും മാറ്റി എഴുതാം. ബുക്കിലൊക്കെ നൊട്ടേഷൻ എഴുതുന്ന സമയത്ത് ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എന്ന് എഴുതില്ല, അവർ വെക്ടർ വിനെ ബോൾഡ് ആക്കിയിട്ടും ഇതിന് വെറും വി എന്ന് എഴുതുള്ളൂ. വി ടി എന്ന് അവിടെ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഇൻടു ടി ആണ്. ആക്സിലറേഷൻ അതേപോലെ ഈ രണ്ട് ഡയറക്ഷന്റെ ടേംസിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ acceleration is d by dt of velocity, and that is d by dt of magnitude of v into t. That is equal to derivative of magnitude of v into t plus magnitude of v into dt by dt. Now dt by dt, ഇവിടെയുള്ള കണക്ഷൻ പ്രകാരം n is equal to dt by dt divided by അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ dt by dt എന്നുള്ള ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ this is d by dt of magnitude of v into t plus magnitude of v into magnitude of dt by dt into n. അപ്പോൾ ഇപ്പോ ഇതിനെ ഞാൻ a t എന്ന് എഴുതുന്നു into t പ്ലസ് ഇതിനെ a n എന്ന് എഴുതുന്നു into a. ആക്സിലറേഷനെ ഒരു സ്കെലാർ കോമ്പണന്റ് a t into unit vector in the direction of the unit vector tangential at that point plus ഒരു സ്കെലാർ കോമ്പണന്റ് into unit vector normal എന്നുള്ള രീതിയിൽ എഴുതി, where at is equal to d by dt of magnitude of v. an is equal to magnitude of v into magnitude of dt by dt. ഈ രീതിയിൽ പറയാനുണ്ട്. നമ്മൾ ഓൾറെഡി കർവേച്ചർ ഡിഫൈൻ ചെയ്തു. k is equal to 1 by magnitude of v into magnitude of dt by dt ആണ്. സോ അങ്ങനെ ഒരു magnitude of dt by dt is കർവേച്ചർ കാപ്പ into magnitude of v എന്ന് വരും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ magnitude of v square into കാപ്പ എന്ന് വരും. പക്ഷെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഇതാണ്, ഫൈൻഡ് ദ ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കോമ്പണന്റ്സ് ഓഫ് ആക്സിലറേഷൻ. ആ കേസിൽ നമ്മൾ ഓർക്കേണ്ടത് ഇത് മാത്രമാണ്, ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ കാണാൻ മനസ്സിലാക്കുക. അത് v കാണാം. നമുക്ക് പൊസിഷൻ വെക്ടർ r of t ഉണ്ടെങ്കിൽ dr by dt ഉണ്ടെങ്കിൽ ഏതായി v ആയി. v യുടെ മാഗ്നിറ്റ്യൂഡ് കാണാം. അങ്ങനെ ഒരു y യും j ഒക്കെ പോയി. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു t. സോ ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ. ഇത് കിട്ടിയതിനു ശേഷം നോർമൽ കോമ്പണന്റ് ഓഫ് ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ വെക്ടർ a എന്നുള്ളതിനെ ഇപ്പൊ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. വെക്ടർ a is equal to at into t plus an into n എന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് കോമ്പണന്റ്സ് ആണ് at and an. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് a സ്ക്വയർ is equal to at യുടെ സ്ക്വയർ പ്ലസ് an ന്റെ സ്ക്വയർ എന്ന് പറയും. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് a is equal to root of at square plus an square എന്ന് പറയും. where t and n യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ഇതിന്റെ രണ്ടിന്റെ ടേംസിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതെങ്കിൽ സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ at കിട്ടി കഴിഞ്ഞാൽ an എന്നുള്ളതിനെ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് at സ്ക്വയർ എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ട് an കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ എങ്ങനെ ഈ a കിട്ടും, ആക്സിലറേഷൻ കിട്ടും. r ഉണ്ടെങ്കിൽ dr by dt കിട്ടി കഴിഞ്ഞാൽ v ആയി. ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a ആയി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഇത്. അപ്പൊ ഇതും at അറിയാമെങ്കിൽ an ഉം കാണാം. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ പ്രോബ്ലത്തിൽ ചെയ്തത്. ടെക്സ്റ്റിൽ വേറെയും മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞ പോയിന്റ്സ് ആണ്.
R of t position vector, then differentiate the velocity with respect to t. വീണ്ടും differentiate ചെയ്താൽ acceleration, velocity യുടെ magnitude speed, and velocity is tangential in direction. So unit tangent vector is given by v of t divided by magnitude of v of t, or dr by dt divided by magnitude of dr by dt. അതേപോലെ unit normal vector is given by dt by dt divided by magnitude of dt by dt. അതെങ്ങനെ വന്നു എന്നുള്ളത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഈ പോയിന്റില് ആക്സലറേഷൻ എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് വേണമെങ്കിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടിയുടെ യൂണിറ്റ് നോർമൽ വെക്ടർ എന്നിന്റെയും ടേംസിൽ സ്പ്ലിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വരുന്ന സ്കെയിലർ കോമ്പണൻസ് ടാൻജൻഷ്യൽ കോമ്പണന്റും നോർമൽ കോമ്പണൻസും ആണ് കാണാനുള്ള മെത്തേഡ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ടാൻജൻഷ്യൽ കോമ്പണന്റ് കാണാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി വിത്ത് റെസ്പെക്ട് ടു ടി. അത് കിട്ടിയതിനു ശേഷം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മൈനസ് എ ടി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് എടുത്താൽ ഏതുമായി നോർമൽ കോമ്പണന്റ് ഓഫ് ആക്സലറേഷനുമായി. ഇനി പ്രോബ്ലംസ് നോക്കാം. ആദ്യത്തെ example, find the velocity, acceleration and speed of the particle with position vector given by r of t is equal to, ഇവിടെ r of t വന്നിട്ടുണ്ട് root ti plus t square j plus e raised to t k. Then velocity is v of t, that is dr by dt. With respect to t, differentiate by 1 by 2 root of t into I plus 2t j plus 2 e raised to t k. This is velocity, and acceleration is ഇതിന്റെ derivative. So dv by dt വരും. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 by 2 പുറത്ത്. So 1 by 2 into root t is t raised to minus 1 by 2. T raised to minus 1 by 2 in the derivative is minus 1 by 2 t raised to minus 1 by 2 minus 1. So minus 3 by 2 വരും. അത്രയുമായി plus 2j plus 4 e raised to 2t k. That is minus 1 by 4 into 1 by t raised to 3 by 2 I plus 2j plus 4 e raised to 2t k. ഇനി സ്പീഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീഡ് is the magnitude of velocity. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. that is root of 1 by 2 root t ആയിരുന്നു. അതിൻ്റെ a square plus b square plus c square വരും. So 1 by 4t plus 4t square plus 4 e raised to 4t. ഇത് at a particular point പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ക് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. ഇത് ഫംഗ്ഷൻ ആയിട്ടാണ് വരുന്നത്. ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ടാണ് ഓരോ എക്സ്പ്രഷൻസും വരുന്നത്. നോക്കൂ അടുത്ത എക്സാമ്പിൾ. എ മൂവിംഗ് ഓബ്ജെക്ട് ഹാസ് എൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ആർ ഗിവൺ ബൈ r of 0. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ നോട്ട് ചെയ്യാം. r of 0 is I plus 2j plus k ആണ്. And v of 0, അതും തന്നിട്ടുണ്ട് initial velocity, that is I plus 2k. And its acceleration is given by a of t is equal to, okay, so given acceleration a of t is equal to 6ti plus j plus 2k. ഇനി നമുക്ക് വേണ്ടത് find velocity and position at time t. വെലോസിറ്റി കിട്ടണമെങ്കിൽ v of t is equal to acceleration integrate ചെയ്താൽ പോരെ dt. So that is integral of 6ti plus j plus 2k with respect to t. 6t നെ integrate ചെയ്യുന്നു with respect to t ചെയ്ത് കഴിഞ്ഞാൽ 6t square by 2 വരും I plus 1j ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dtj എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ tj പ്ലസ് 2k ആണ്. സോ 2 dt നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 2tk ആണ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ആ കോൺസ്റ്റൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ കണ്ടീഷൻ തന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ v ആണ്. സോ v of 0 നമുക്കറിയാം. v of 0 is equal to I plus 2k. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ടിക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ വെറും c എന്നല്ലേ കിട്ടുള്ളൂ. സോ c is equal to I plus 2k.
Therefore v of t is equal to 6 ഉം 2 ഉം കട്ട് ചെയ്തു പോകും. So 3t square i plus tj plus 2tk plus c എന്നുള്ളത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന i plus 2k. ഐയുടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇപ്പൊ വന്ന ഐയും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ 3t square plus 1i ആവും, plus tj plus 2t plus 2k വരും. ഇതാണ് വെലോസിറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പൊസിഷൻ അറ്റ് ടൈം ടിയും കൂടെ വേണം. പൊസിഷൻ അറ്റ് ടൈം ടി കിട്ടാൻ വീണ്ടും r of t is equal to that is പൊസിഷൻ വെക്ടർ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി v of t നെ with respect to t. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that is integral of 3t square plus 1i plus tj plus 2t plus 2k. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു with respect to t. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3t square ടി സ്ക്വയറിൻ്റെ ടി ക്യൂബ് ബൈ 3 വരും. അപ്പോൾ 3 കട്ട് ചെയ്ത് ഒരു ടി ക്യൂബ് പ്ലസ് ടി ഐ ആൻഡ് ടി ജെയുടേത് ടി സ്ക്വയർ ബൈ 2 ജെ പ്ലസ് 2t ടിയുടേത് ടി സ്ക്വയർ ബൈ 2. സോ അഗെയിൻ ടി സ്ക്വയർ പ്ലസ് 2t കെ എന്ന് വരും ആൻഡ് അഗെയിൻ പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ആ കോൺസ്റ്റന്റ് കിട്ടാൻ വീണ്ടും നമ്മൾ അതിൽ കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ r of 0 is i plus 2j plus k. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ r of 0 is equal to i plus 2j plus k implies ടിക്ക് 0 എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ r of 0 വരുന്നത് t 0 എല്ലാം 0 ആയിട്ട് വെറും c തന്നെ വരുള്ളൂ. സോ c is equal to i plus 2j plus k. Therefore r of t is equal to t cube plus t into I plus t square by 2j plus t square plus 2t k plus I plus 2j plus k. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ that is I ഉള്ളത് t cube plus t plus 1 I plus t square by 2j ഉണ്ട് പ്ലസ് ഒരു 2j ഉണ്ട്. സോ t square by 2 plus 2j പ്ലസ് k ഉള്ള ടേംസ് നോക്കുമ്പോൾ t square plus 2t k ഉണ്ട് പ്ലസ് ഒരു kയും കൂടി ഉണ്ട്. സോ പ്ലസ് 1k. സോ ദാറ്റ് ഈസ് t cube പ്ലസ് t plus 1i t square by 2 plus 2j plus this is t plus 1 the whole square. So t plus 1 the whole square k. Now go to the example. Let C be the helix defined by r of t is equal to 2 cos t I plus 2 sin t j plus tk. Find t of t. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം t of t is dr by dt divided by magnitude of dr by dt. അതാണ് ടി. അതുപോലെ യൂണിറ്റ് നോർമൽ എൻ ഓഫ് ടി. ടി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ് കേർവില്. യൂണിറ്റ് നോർമൽ ഇസ് ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ആർ ഓഫ് ടി ഇസ് 2 കോസ് ടി ഐ പ്ലസ് 2 സൈൻ ടി j plus tk. നമുക്ക് ആദ്യം dr by dt ആണ്. സോ dr by dt is minus 2 sin t I plus 2 cos t j plus k എന്ന് വരും. അതാണ് dr by dt. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് of dr by dt is root of 4 sin square t plus 4 cos square t plus 1 എന്ന് വരും. 4 into sin square plus t plus cos square t ആവും. അത് 1 ആയി. സോ ബാക്കി വരാവുന്ന റൂട്ട് ഓഫ് 4 plus 1 അല്ലെങ്കിൽ റൂട്ട് 5. സോ therefore t is ഇത് രണ്ടും കൂടെ ഡിവൈഡ് കഴിഞ്ഞാൽ ടി ആയി. dr by dt ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് dr by dt. So that is minus 2 sin t into I plus 2 cos t into j plus k into ഒരു 1 by root 5.
ഇതാണ് ടി. ഇനി നമുക്ക് എൻ ഓഫ് ടി കാണണമെങ്കിൽ ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡി ടി ബൈ ഡി ടി കാണണം. സോ ഡി ടി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/√5 അവിടെ പുറത്തുണ്ട്. ഉള്ളിലുള്ളത് -2 sin t ന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് -2 cos t I -2 sin t j and 1k ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി. സോ ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സോ ഡി ടി ബൈ ഡി ടിയുടെ മാഗ്നിറ്റ്യൂഡ് 1/√5 പുറത്ത്, ബാക്കിയുള്ളതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് √4 cos square t പ്ലസ് 4 sin square t എന്ന് വരും. sin square t പ്ലസ് cos square t 1 ആയി, 4 ന്റെ റൂട്ട് ദാറ്റ് ഈസ് 2. സോ 2/√5, √5 അവിടെ ഉണ്ടല്ലോ, സോ 2/√5. ഇതാണ് ഡി ടി ബൈ ഡി ടി വരിക. സോ എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി ടിനെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ടി ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് √5 കട്ട് ചെയ്ത് പോകും. ബാക്കി വരാവുന്നത് -2 cos t I -2 sin t j ഇൻറ്റു 1/√5 ആയിരുന്നു, ഡിവൈഡഡ് ബൈ 2/√5 ആ. സോ √5 കട്ട് ചെയ്തു, 2 കട്ട് ചെയ്തു പോയി. സോ ദാറ്റ് ഈസ് -cos t I -sin t j. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പെർട്ടിക്കുലർ പോയിന്റാണ് പറഞ്ഞിരിക്കുന്നത്, ടി ഓഫ് π/2 ആൻഡ് എൻ ഓഫ് π/2 ആണ് വേണ്ടത്. സോ അറ്റ് π/2 ടി ഓഫ് π/2 ഈക്വൽസ് ടിയുടെ എക്സ്പ്രഷൻ ഇതായിരുന്നു. ടിയുടെ അകത്ത് π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ cos π/2 0 ആയി, sin π/2 1 ആയി. സോ -2/√5 ആയി പ്ലസ് k എന്ന് വരും. That is -2/√5 I plus k. അതേപോലെ n of π/2, n-ന്റെ എക്സ്പ്രഷൻ ഇതായിരുന്നു. അതിൽ π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസിൻ്റെ 0 ആയി, സൈൻ മാത്രമേ വരുള്ളൂ. സൈൻ്റെ sin π/2 is 1, that is -j. സോ ഞാനിവിടെ ഡയറക്റ്റ് ആ പിക്ചർ എടുത്തിടുകയാണ്. ഇതാണ് സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ ഫസ്റ്റ് ഒക്ടനിൽ വരുന്ന പോർഷൻ മാത്രമേ നമ്മളിവിടെ വരച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കും സിലിണ്ടർ ഉണ്ട്. ഇങ്ങനെ സിലിണ്ടർ പോകുന്നുണ്ട്. ഇവിടെ താഴെയുണ്ട്. അതിൽ ഹെലിക്സ് വരുന്നത് ഇത് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ടർ സർഫസിലൂടെ പോകുന്ന കർവാണ് ഹെലിക്സ്. ഉള്ളിലൂടെയല്ല. ഇങ്ങനെ പോയിട്ട് π/2 ആകുന്ന സമയത്ത് അത് y ആക്സിൻ്റെ അവിടെ എത്തത്തേ ഉള്ളൂ. അപ്പോൾ π/2 ടാൻജൻഷ്യൽ ഡയറക്ഷനാണ് നമുക്ക് വേണ്ടത് ടി, ആൻഡ് π/2 നോർമൽ ഡയറക്ഷനാണ്, യൂണിറ്റ് നോർമലാണ് n വരിക. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയ -j ആണ്. -j എന്ന് പറഞ്ഞാൽ ഇതാണ് പോസിറ്റീവ് y ആക്സിസ് അല്ലെങ്കിൽ j ഡയറക്ഷൻ. അപ്പോൾ -j എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചുള്ള ഡയറക്ഷൻ. ഈ ക്വസ്റ്റനിൽ വിത്തൗട്ട് ഫൈൻഡിങ് t and n, write the acceleration of motion r of t in the form a is equal to at, അതായത് tangential component of acceleration into t plus an, that is normal component of acceleration into unit vector normal to the curve. അപ്പോൾ ഇവിടെ at-യും an-ഉം വേണം. സോ at, അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഡയറക്റ്റ് ആക്സിലറേഷൻ ഒന്ന് കണ്ടു നോക്കാം. r of t is equal to t plus 1 into I plus 2tj plus t square k ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ v of t കിട്ടും. സോ v of t is equal to I plus 2j plus 2tk. ഇതാണ് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത്. ആൻഡ് ആക്സിലറേഷൻ is മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ is 2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ ടിയും എന്നും ഒക്കെ വേണമെങ്കിൽ കാണാം. ഇത് കാണാതെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെ ഫോർമുലാസ് ഇതൊക്കെയായിരുന്നു. at, that is tangential component of acceleration is derivative of
മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി ആണ്. സോ അതാദ്യം നോക്കിയാൽ what is magnitude of v of t? Magnitude of v of t is root of 1 plus 4 plus 4t square എന്ന് വരും, അല്ലെങ്കിൽ that is root of 5 plus 4t square വരും magnitude of v of t. So at is equal to അതിന്റെ derivative, so d by dt of root of 5 plus 4t square, so that is equal to 1 by 2 root of 5 plus 4t square into 8t വരും, അല്ലെങ്കിൽ 4t divided by root of 5 plus 4t square. നമുക്കിവിടെ വേണ്ടത് ഈ എ ടിയും എ എന്നും അറ്റ് ദ പോയിന്റ് ടി ഈസ് ഈക്വൽ ടു 1 ആണ്. സോ എ ടി അറ്റ് ഈക്വൽ ടു 1 ടിക്ക് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 by root 9 എന്ന് വരും, ദാറ്റ് ഇസ് 4 by 3. ഇതാണ് ടാൻജൻഷ്യൽ കോമ്പണന്റ് ഓഫ് ആക്സലറേഷൻ കിട്ടുന്നത്. ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നമുക്ക് അറിയുകയും ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 ആ കിട്ടിയിരിക്കുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ സ്ക്വയർ എ എൻ്റെ സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ് ഇസ് 4 ഇസ് ഈക്വൽ ടു 4 by 3യുടെ സ്ക്വയർ പ്ലസ് എ എൻ്റെ സ്ക്വയർ വരും. So an square is 4 minus 16 by 9, that is 20 by 9. So an is equal to root of 20 by 9, അല്ലെങ്കിൽ that is by 3. ഇപ്പോൾ നമുക്ക് an കിട്ടി, at യും കിട്ടി. So an is this one, at 4 by 3. അപ്പോൾ നമുക്ക് എഴുതാം acceleration is equal to at into t plus an into n. ഈ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടിയും എന്നും കാണാതെ. at is 4 by 3, so 4 by 3 into t plus an is 2 root 5 by 3. ഇതിൽ a particle moves along a curve described by the vector function r of t is given. Find the tangential scalar and normal scalar components of acceleration of the particle. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ കാര്യം തന്നെ, പക്ഷെ ഇവിടെ ടൈം ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ആർ ഓഫ് ടി കയ്യിലുണ്ട്. ആർ ഓഫ് ടി ഇസ് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. നമ്മൾ വി ഓഫ് ടി കാണും, അതായത് ഡി ആർ ബൈ ഡി ടി ഐ പ്ലസ് 2tj പ്ലസ് 3t സ്ക്വയർ കെ. ആക്സിലറേഷൻ കണ്ടു, that is 2j plus 6tk. ഇനി നമുക്ക് രണ്ടെണ്ണം വേണ്ടിയിരുന്നത്. അതിൽ ആദ്യം നമ്മൾ at കാണുന്നു. at is d by dt of magnitude of v of t ആണ് at. ആൻഡ് അത് കഴിഞ്ഞിട്ട് an കാണും. an is കാണാൻ വേണ്ടിയിട്ട് an സ്ക്വയർ പ്ലസ് at സ്ക്വയർ is magnitude of a സ്ക്വയർ എന്നാണ് നമ്മളെടുത്തത്. സോ അല്ലെങ്കിൽ an is equal to ഇങ്ങനെയും വേണേൽ പറയാം, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മൈനസ് എ ടി സ്ക്വയർ എന്ന് വേണേൽ പറയാം. അപ്പോൾ ആദ്യം വി ഓഫ് ടി അറിയാം. സോ വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി? മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി ഇസ് റൂട്ട് ഓഫ് 9t⁴. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി. 8 ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി ആണ്. അപ്പോൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 by 2 root of t⁴ into ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 8t plus 36t ക്യൂബ്. സോ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരാവുന്ന 40 plus 18t ക്യൂബ് ഡിവൈഡഡ് ബൈ root of 1 plus 4t സ്ക്വയർ plus 9t⁴. ഇതാണ് എ ടി വരിക. ഇനി നമുക്ക് വേണ്ടത് എ എൻ ആണ്. അതിന് എയുടെ മാഗ്നിറ്റ്യൂഡ് ഉപയോഗിക്കും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇസ് റൂട്ട് ഓഫ് 4 plus 36t സ്ക്വയർ. ഇതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വരിക. സ്ക്വയർ എയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ടിയുടെ സ്ക്വയർ പ്ലസ് എ എൻ സ്ക്വയർ വരിക. സോ എ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു a square minus at square,
that is a square എന്ന് പറയുമ്പോൾ 4 plus 36 t square ആയി minus 80 square is 40 plus 18 t cube into square divided by 1 plus 4 t square plus 9 t raised to 4. Simplify ചെയ്താൽ that equals LCM എടുത്ത് multiply ആണ്. So 4 plus 16 t square plus 36 t raised to 4 plus 36 t square plus 144 t raised to 4 plus 324 t raised to 6 minus 16 40 plus 18 t cube into square varum. So 16 t square plus 324 t raised to 6 plus 144 t raised to 4 എന്ന് വരും divided by 1 plus 4 t square plus 9 t raised to 4 വരും. അതിൽ 144 t raised to 4 ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. 324 t raised to 6 അതും കട്ട് ചെയ്ത് പോയി. 16 t square ആയിട്ടും കട്ട് ചെയ്ത് പോകും. സോ ബാക്കി വരാവുന്ന 4 plus 36 t square plus 36 t raised to 4 divided by 1 plus 4 t square plus 9 t raised to 4. ഇത് an സ്ക്വയർ ആണ് നമ്മൾ കണ്ടത്. സോ an ഇതിൻ്റെ റൂട്ടാണ്. So root of 4 plus 36 t square 36 t raised to 4 divided by 1 plus 4 t square plus 9 t raised to 4. ഇനിയൊരു ചെറിയ പോയിന്റ് ബാക്കിയുള്ള പ്രൊജക്ടൈൽ മോഷൻ ആണ്. ഒരു പാർട്ടിക്കിളിനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ടൈം ടി അതിന്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ ഇനീഷ്യൽ കണ്ടീഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഡിറൈവ് ചെയ്യാണ്. അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഇത് നമ്മൾ ഫിസിക്സ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതേ കാര്യം ഒന്നുകൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സപ്പോസ് ഒരു പാർട്ടിക്കിൾ ഇവിടെ ഡിസ്കഷൻ പ്രൊജക്ടൈൽ മോഷൻ എപ്പോഴും 2 ഡയമെൻഷനിലാണ്. സപ്പോസ് ഒരു ഹൈറ്റ് h എന്ന് ഒരു പാർട്ടിക്കിളിനെ പ്രൊജക്ട് ചെയ്യുന്നു. പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്ത് ട്രാവൽ ചെയ്ത പരാബോളിക് പാത്ത് ആയിരിക്കും. അവസാനം അത് ഇവിടെ ലാൻഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ഹൈറ്റ് h. ഇനി പ്രൊജക്ട് ചെയ്യുന്നത് അറ്റ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണെന്ന് വിചാരിച്ചു. ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി v0 എന്ന് വിചാരിക്കാം. ഇനി ഇതിന്റെ കോമ്പണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് v0 cos alpha into I plus v0 sin alpha into j എന്നും വേണമെങ്കിൽ എഴുതാം. ആൽഫ ഡയറക്ഷൻ വെക്കുന്നതുകൊണ്ട് ഹൊറിസോണ്ടൽ കോമ്പണന്റ് v0 cos alpha, വെർട്ടിക്കൽ കോമ്പണന്റ് v0 sin alpha. സപ്പോസ് ഒരു ആഫ്റ്റർ ടൈം t r of t ആണ് പൊസിഷൻ വെക്ടർ ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് വിചാരിക്കാം. if r of t is position vector after time t, അപ്പോൾ r of t എന്നുള്ളത് നമുക്ക് xi plus yj എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് ആണ് x, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് y എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആ വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ what is r of 0? r of 0 എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇനീഷ്യൽ പൊസിഷനാണ്. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇനീഷ്യലി ഇവിടെയാണ്. ഇനീഷ്യലി ഇവിടെ പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ്. ഇത് y ആക്സ് ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇത് ഏത് ആക്സ്? എക്സ് ആക്സ്. അപ്പോൾ അറ്റ് ഹൈറ്റ് h ആണ്. എക്സിന്റെ വാല്യൂ 0 ആണ്. സോ ഇതിനെ xi plus yj എന്ന് തന്നെ നമുക്ക് എടുക്കാം. സോ എക്സിന്റെ വാല്യൂ 0 ആണ്, y വാല്യൂ h. സോ ദാറ്റ് ഈസ് hj എന്ന് പറയും. ആൻഡ് v of 0 is v0. That is v0 cos alpha into I plus v0 sin alpha into j.
ഇനി ഈ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് മാത്രമാണ്. mg. അപ്പൊ mg താഴോട്ട് ആക്ട് ചെയ്യുന്നു. വേറെ ഫോഴ്സുകളൊന്നും എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഇല്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും അതിനെ താഴോട്ട് പിടിച്ചു വലിക്കുന്നത് ആരാണ്? mg ആണ്. സോ ഫോഴ്സ് on the particle F is equal to, and as vector എഴുതി കഴിഞ്ഞാൽ mg is acting ഏത് ഡയറക്ഷനിലാണ്? നെഗറ്റീവ് y ആക്സിസ്, നെഗറ്റീവ് j ഡയറക്ഷൻ. സോ മൈനസ് mg j എന്ന് പറയും. And F is mass into acceleration, that is minus mg ji. So acceleration is equal to m എന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് g j എന്ന്. Acceleration minus gj ആണെങ്കിൽ velocity is, this is acceleration at time t. So velocity is, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇന്റഗ്രൽ മൈനസ് gj dt എന്ന് വരും. And that is equal to minus g, that's a constant, dt integrate ചെയ്യുമ്പോൾ ti, j plus a constant. ഇനി ആ കോൺസ്റ്റന്റ് കിട്ടാൻ നമുക്ക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. v of 0 is equal to v0 cos alpha into I plus v0 sin alpha into j അപ്ലൈ ചെയ്താൽ ടിയുടെ വാല്യൂ 0 ആകുമ്പോഴാണ്, ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് v0 എന്നാണ്. സോ v0 is equal to c എന്ന് വരും. സോ ദാറ്റ് implies c is equal to v0 cos alpha into I plus v0 sin alpha into j. Now v of t ആയി. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് വേണ്ടത് r of t ആണ്. സോ r of t is ഒന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഏതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം? v of t നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ മൈനസ് gt j plus c. So that is equal to minus g t square by 2j plus ct plus നമുക്ക് അതിനെ c1 എന്ന് വിളിക്കാം. c1 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 c2. ഇനി അതിലെ c2 കാണാൻ r of 0 is hj. So r of 0 is equal to hj implies 0 substitute കഴിഞ്ഞാൽ r of 0 is equal to t യുടെ വാല്യൂ 0 ആകുമ്പോൾ ഇതെല്ലാം പോയി c2 is equal to r of 0 എന്ന് വരും. So c2 is equal to hj. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. r of t is equal to minus gt square by 2j plus c1t. So plus c1t means v0 cos alpha t into I plus v0 sin alpha t into j c1 ti plus c2 is hj. I യുടെ കോമ്പൗണ്ടുകൾ ഒരുമിച്ച് എഴുതിയാൽ v0 cos alpha into t I plus h plus v0 sin alpha into t minus half g t square j. ഇതാണ് നമ്മുടെ r of t പൊസിഷൻ വെക്ടർ. സോ h ഹൈറ്റ് എന്ന് ഇനീഷ്യൽ വെലോസിറ്റി v0 ആൽഫ ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് ആൽഫ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആൽഫ ആംഗിളിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ടൈം t അതിന്റെ പൊസിഷൻ വെക്ടർ ഇസ് ഗിവൺ ബൈ ദിസ് എക്സ്പ്രഷൻ. അതായത് x y ഉം. So x component is v0 cos alpha into t and y component is h plus v0 sin alpha into t minus half gt square. So either x is v0 cos alpha into t and y is h plus v0 sin alpha into t
minus half gt square. Y is equal to, in terms of ഇവിടെ cos alpha into t അല്ലേ, t is equal to v naught x divided by v naught cos alpha ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ ഗ്രാഫ് ഒരു പരാബോളയാണ്, ഈ പാത്ത് ട്രേസ്ഡ് പരാബോള എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ എക്സ് വാല്യൂ വൈ വാല്യൂ. ഇനി ഈ പ്രൊജക്ടൈൽ ട്രാവൽ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടാൻ, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും, ആ റേഞ്ച് കാണാൻ വേണ്ടി ഈ പാർട്ടിക്കിൾ ഈ താഴെ വന്ന് തട്ടണമെങ്കിൽ y വാല്യൂ 0 ആവണം. സോ y വാല്യൂ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടൈം കിട്ടും. ആഫ്റ്റർ ടൈം ഇത്ര ടൈം ടിയിലാണ് ഇത് വന്ന് ഇവിടെ മീറ്റ് ചെയ്യുന്നത്. ആ ടി കിട്ടിയതിന് ശേഷം v naught cos alpha into ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടും. ആൻഡ് ഈ പ്രൊജക്ടൈൽ ട്രാവൽ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് കിട്ടണമെങ്കിൽ വൈയുടെ വാല്യൂനെ മാക്സിമൈസ് ചെയ്താൽ മതി. വൈയുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ dy by dt ഏതായാൽ മതി, 0 ആയാൽ മതി. സോ dy by dt equal to 0. അഥവാ d square y by dt square എന്തായാലും ഇവിടെ 2 times ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് g ഒക്കെ വരിക, അപ്പോൾ അത് നെഗറ്റീവാണ്. സോ y is maximum when dy by dt is 0. സോ dy by dt 0 ആവുന്ന പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ കിട്ടും. ആ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് കിട്ടും. സോ പ്രൊജക്ടൈൽ മോഷനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ പൊസിഷൻ വെക്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ ഇമ്പോർട്ടന്റ് ആണ്. നോക്കൂ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രൊജക്ടൈൽ മോഷന്റെ പൊസിഷൻ വെക്ടർ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. A shell is fired from a gun located on a hill 100 meter above the level terrain. 100 meter height എന്ന് ഒരു ഗണ്ണ് ഫയർ ചെയ്യാണ്. So this is 100, അല്ലെങ്കിൽ h is equal to നമുക്ക് ഏത് പറയാം 100. ഇവിടുന്ന് ഫയർ ചെയ്തിട്ട് പ്രൊജക്ടൈൽ മോഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എടുത്തിരുന്നത് v0 എന്നാണ്. ആൻഡ് v0 is given by the muscle speed of the gun is 500 meter per second. അത് 500 meter per second ആണ്. And it is making an angle, നമ്മൾ ആൽഫ എന്നെടുത്ത് ആൽഫ is equal to 30 degree. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളുടെ പൊസിഷൻ വെക്ടർ is given by plus h plus v0 sin alpha into t minus half g t square j. അതായത് x കോമ്പണന്റ് v0 cos alpha and y കോമ്പണന്റ് h plus v0 sin alpha into t minus half g t square എന്ന് വരും. ഇതിന്റെ പൊസിഷനിൽ ഓരോരോ പോയിന്റ് t ആണ്. ദാറ്റ് ഈസ് v0 is 500. So 500 cos alpha, cos 30. Cos 30 യുടെ വാല്യൂ √3/2. So √3/2 t. And that is 250 √3 t എന്ന് വരും. അതാണ് x. അതേപോലെ y is h plus v0 sin alpha into t minus half g t square ആണ്. So that is h is 100 plus v0 sin alpha t. Sin 30 യുടെ വാല്യൂ v0 is 500. So 500 sin alpha യുടെ വാല്യൂ 1/2 അത്രയും t minus half g യുടെ വാല്യൂ 9.8 t square. t minus 4.9 t square. ഇതിപ്പോൾ എക്സും വൈയും ആണ്. ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്സ് വൈകളാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ട ഓരോരോ പാർട്ടുകളായിട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ വേണ്ടത് ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഷെൽ. റേഞ്ച് ഓഫ് ദ ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഇത് എത്ര ഡിസ്റ്റൻസ് അലോങ് എക്സ് ഡയറക്ഷൻ ട്രാവൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെങ്ത് ആണ് നമുക്ക് വേണ്ട റേഞ്ച്. അതായത് ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് ആണ്. ആ പോയിന്റിന്റെ പ്രത്യേകത, ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഷെല്ല് വന്ന് ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. ഗ്രൗണ്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഈ പോയിന്റിൽ വൈയുടെ വാല്യൂ ഏതായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ഇതാണ് ശരിക്കും റേഞ്ച് 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. വൈയുടെ വാല്യൂ 0 ആവുന്ന പോയിന്റ് ആദ്യം നോക്കണം. വൈയുടെ വാല്യൂ 0 ആവുന്ന പോയിന്റിൽ എക്സ് അത്രേ അവിടെ വരുന്നുള്ളൂ. y is equal to 0 എന്ന് എടുക്കാം. y is equal to 0 എന്ന് പറഞ്ഞാൽ 100 plus 250 t minus 4.9 t square is equal to 0 എന്ന് എടുക്കാം. 4.9 t square minus 250 t
minus 100 equal to 0. ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടി ആണ്. നമ്മൾ കാണാൻ പോകുന്ന പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടിയുടെ വാല്യൂ കിട്ടുക. സോ ദാറ്റ് ഇംപ്ലൈസ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് 250 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. സോ 250യുടെ സ്ക്വയർ minus 4 AC. So 4 into 4.9 into 100 divided by 2A. So 2 into 4.9. അപ്പോൾ ഇത് പ്ലസ് ആണ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം, കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അവസാനം കിട്ടുന്ന വാല്യൂ ദാറ്റ് ഇസ് 51.4. അപ്പോൾ ആ സിംപ്ലിഫിക്കേഷൻ നമുക്ക് വിടുന്നു. സിംപ്ലിഫിക്കേഷൻ അല്ല, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് എക്സാക്ട്ലി കണ്ടാൽ മതി. 51.4 എന്നായിരിക്കും വാല്യൂ വരുന്നത്. ഇത് ടി ആണ്. ടി ഈസ് ഈക്വൽ ടു 51.4. അപ്പോൾ നമ്മൾ നോക്കുന്ന ആ പോയിന്റ് ഏതാണോ, ഇതാണ് പോയിന്റ്. ഈ പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടിയുടെ വാല്യൂ 51.4. നമുക്ക് വേണ്ടത് അത്രയും സെക്കൻഡ്സ് കൊണ്ട് ഈ ഷെല്ല് ഹൊറിസോണ്ടലി എത്ര കവർ ചെയ്തു, അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്. അതായത് എക്സിന്റെ വാല്യൂ വെൻ ടി ഈസ് ഈക്വൽ ടു 51.4. സോ ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ഈക്വൽ ടു x, and that is equal to x is 250 root 3 t എന്നാ പറഞ്ഞത്. That is 250 root 3 t. That is 250 root 3 into t യുടെ ആൻഡ് അത് അഗെയിൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ചു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നത് 22,257 meters എന്നാണ്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് വേണ്ടത് വാട്ട് ഇസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ഷെൽ. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ ഹൈറ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വെർട്ടിക്കൽ വെലോസിറ്റി 0 ആവുന്ന പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെർട്ടിക്കൽ വെലോസിറ്റി dy ബൈ ഡി ടി കണ്ടിട്ട് അത് 0 ആവുന്ന പോയിന്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഓരോ പോയിന്റിലും ഈ ഷെല്ലിന്റെ y വാല്യൂ ആണല്ലോ ഈ ഹൈറ്റ് വരുന്നത്. വൈയുടെ വാല്യൂവിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം ഓരോ പോയിന്റിലും. അതിനെ മാക്സിമൈസ് ചെയ്താൽ പോരെ. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ y വാല്യൂ മാക്സിമം ആവുന്ന കേസല്ലേ. സോ സെക്കൻഡ് പാർട്ടിൽ ടു ഫൈൻഡ് മാക്സിമം ഹൈറ്റ് മാക്സിമൈസ് y വാല്യൂ അത് ചെയ്താൽ മതി. മാക്സിമൈസ് y വാല്യൂ എന്ന് പറഞ്ഞാൽ y ഇസ് ഈക്വൽ ടു നമ്മുടെ എക്സ്പ്രഷൻ പ്രകാരം 100 പ്ലസ് 250 t മൈനസ് 4.9 t സ്ക്വയർ ആണ്. ഇതിനെ മാക്സിമൈസ് ചെയ്യുന്നു. ഇതിനെ മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ dy ബൈ ഡി ടി ഈക്വൽ ടു 0 കൊടുത്താൽ മതി. dy ബൈ ഡി ടി ഇസ് 250 മൈനസ് 9.8 t എന്നാ വരിക. അത് 0 ആയാൽ മതി. സോ t ഇസ് ഈക്വൽ ടു 250 ഡിവൈഡഡ് ബൈ 9.8 എന്ന് വരും. And that is exactly 25.5 seconds. അപ്പോൾ 25 സെക്കൻഡ്സിലാണ് ഇത് ഇനി എന്ത് വരുന്നത്, മാക്സിമം ഹൈറ്റ് വരുന്നത്. ആൻഡ് ദ മാക്സിമം ഹൈറ്റ് y ഓഫ് 25.5 ആണ്. ദാറ്റ് ഈസ് 100 പ്ലസ് 250 ഇൻറ്റു 25.5 മൈനസ് 4.9 ഇൻറ്റു 25.5ൻ്റെ സ്ക്വയർ. അപ്പോൾ അത് അഗെയിൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, സിംപ്ലിഫൈ ചെയ്യാം. അവസാനം കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 3289 മീറ്റേഴ്സ്. പക്ഷെ ഇവിടെ മാക്സിമൈസ് ചെയ്ത സമയത്ത് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുന്നുണ്ട്. dy ബൈ ഡി ടി 250 മൈനസ് 9.8 t ആണ്. അതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് വരുമ്പോൾ മൈനസ് 9.8 എന്ന് വരെ അത് നെഗറ്റീവ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ 25.5 സെക്കൻഡ്സിൽ ഹൈറ്റ് മാക്സിമം ആയിരിക്കും. ആൻഡ് വാല്യൂ ഇസ് 3289 മീറ്റർ. ഇനി വേണ്ടത് സ്പീഡ് ഓഫ് ദ ഷെൽ അറ്റ് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഷെല്ലിൻ്റെ പൊസിഷൻ അറിയുന്ന എക്സ് കോർഡിനേറ്റ് അറിയാം, വൈ കോർഡിനേറ്റ് അറിയാം, അല്ലെങ്കിൽ ആർ ഓഫ് ടി അറിയാം. അപ്പോൾ അത് എന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി കിട്ടി. വെലോസിറ്റി പറഞ്ഞാൽ വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡ്. ആർ ഓഫ് ടി കാണുന്നു, ഡി ആർ ബൈ ഡി ടി കാണുന്നു, ദാറ്റ് ഇസ് വെലോസിറ്റി. ആർ ഓഫ് ടി ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ആൻഡ് അത് ഏത് പോയിന്റിലാണ് വേണ്ടത്, ഇത് ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിലാണ്. ടച്ച് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ
when t is equal to 51.4 seconds. ഇതായിരുന്നു നമ്മൾ ആർ ഓഫ് ടി. അത് തന്നെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് അതിൽ എക്സ് കോർഡിനേറ്റ് 250√3t, വൈ കോർഡിനേറ്റ് ഇതും വന്നത്. സോ ആർ ഓഫ് ടി ഇസ് to find speed, r of t is equal to 250√3t ആണ് √3t ആയിരുന്നു x വന്നത്, പ്ലസ് y 100 പ്ലസ് 250t മൈനസ് 4.9t² ആണ്, അത്രയും J വന്നു. dr by dt, അത് വെലോസിറ്റി വരും നമുക്ക്. dr by dt കാണുന്ന സമയത്ത് 250√3 വരുള്ളൂ, പ്ലസ് അത്രയും i പ്ലസ് 250, രണ്ടാമത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 250 മൈനസ് 9.8t എന്ന് വരും, അത്രയും J. ഇതാണ് വെലോസിറ്റി. നമുക്ക് വേണ്ടത് ഏത് പോയിന്റിലാണ്? ദിസ് ഇസ് വെലോസിറ്റി. സോ സ്പീഡ് ഇസ് ഈക്വൽ ടു അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. സോ റൂട്ട് ഓഫ് 250√3 സ്ക്വയർ പ്ലസ് 250 മൈനസ് 9.8t സ്ക്വയർ. അതും ഏത് പോയിന്റിൽ വേണം? t is equal to 51.4 seconds വേണം. That is equal to root of 250√3 square plus 250 minus 9.8 into 51.4 അതിൻ്റെ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യാം. again കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന ആൻസർ 502 m/s. അപ്പോൾ ഇതിൽ കുറേ വാല്യൂസ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് വന്നിട്ടുള്ളത്. അത് ഈ ക്വസ്റ്റ്യൻ എടുക്കാനുള്ള കാരണം ഇത് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതെടുത്താണ്. കുറച്ചുകൂടി വാല്യൂസ് വേണമെങ്കിൽ സിമ്പിൾ ആക്കാമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുതിയ സിലബസ് പ്രകാരമുള്ള 3rd സെമസ്റ്ററിന്റെ 4th മൊഡ്യൂളിന്റെ ടോപ്പിക്സ് ഇവിടെ കംപ്ലീറ്റ് ആകും.